ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ഇത് കൊള്ളാലോ, എന്തോ കാര്യമായി പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അർജുൻ എന്തോന്നും പറയാതിരിക്കുന്നത്. ഈവനിങ് മാളവിനെയും കൊണ്ടൊരു മാളിലേക്ക് വന്നതാണ് അർജുൻ. അവളോടെന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഏറെ നേരമായിട്ടും മൗനം പ്രാപിച്ചിരിക്കുന്ന അവനെ കണ്ട് അവളൊരു സംശയത്തോടെ ചോദിക്കുമ്പോൾ അർജുൻ അവളെ മുഖം ഉയർത്തി നോക്കി. മാളവിക, എന്താ അർജുൻ? എന്താണെങ്കിലും പറയേ, എന്നോടല്ലേ? അർജുൻ്റെ മാളവികയോട്. പിന്നെ എന്തിനാ ഈ സ്റ്റാർട്ടിങ് ട്രബിള്? അർജുന് പറയാനുള്ളത് എന്തായാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. സോ അർജുൻ പറയേ. അതിന് മറുപടിയായി അർജുൻ അവളുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. മാളവിക, എടോ, ധനുവിൻ്റെ മാരേജ് കഴിഞ്ഞു. മാരേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സൈൻ മാത്രം, അതും ശിവദാസങ്ങളുടെ നിർബന്ധത്തിൽ. അർജുൻ അവളുടെ കൈവല്ലുകൾ അമർത്തി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ മാളവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത്. അർജുൻ, അത് നല്ല കാര്യമല്ലേ? നമ്മളതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ധനുവിന് വേണ്ട ഒരു ജീവിതം എല്ലാ കാലവും ഇങ്ങനെ നടക്കാൻ കഴിയുമോ അവൾക്ക്? എന്നാൽ അതിന് അർജുന് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. അത് കണ്ട് മാളവനെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ കൈകളുടെ മുറുക്കത്തിൽ നിന്നും അവൾക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അർജുൻ, ആ സൈൻ ചെയ്ത് നീയാണെന്ന് മാത്രം പറയരുത്. ഇതൊരു മാളാണെന്ന് ഞാൻ നോക്കില്ല. തലമണ്ണി ഞാൻ തല്ലി പൊളിക്കും. പരിസരം മറന്നവൾ പൊട്ടിത്തെറിക്കുമ്പോൾ അർജുൻ ഞെട്ടലോടെ ചുറ്റും നോക്കി. അത്യാവശ്യം വലിയൊരു മാളായത് കൊണ്ട് തന്നെ ഫുഡ് കോർട്ട് ഫുള്ളാണ്. ചെറുതും വലുതുമായ എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ അവരിലാണ്. ഒന്നാമത് അർജുനെ കണ്ട് സെൽഫി എടുക്കാനും ഫോട്ടോഗ്രാഫ് മേടിക്കാനുമായി പെൺപിള്ളേർ ക്യൂവാണ്. അതിൻ്റെ കൂടെ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് മാളുവിൻ്റെ ഈ വക ഡയലോഗ്. ഒരു നിമിഷം ചുറ്റും നിറഞ്ഞ നിശബ്ദത. മാളവിക, താനിവിടെ ഇരിക്കാദ്യം. അത് പറയുന്നതിനൊപ്പം അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ ഇരുത്തി. എടോ, സൈൻ ചെയ്തു എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ അത് ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. അതിനു മുന്നേ താനെന്തിനെങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? നിങ്ങളെനിക്ക് തീരെ വിശ്വാസമില്ല അർജുൻ. എപ്പോഴാണ് നിങ്ങളുടെ ക്യാരക്ടർ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ആദ്യത്തെ പ്രണയ. ബാക്കി പറഞ്ഞു തീരും മുന്നേ അവളുടെ വലം കൈയിൽ അവൻ ഇടം കൈ ശക്തമായി പതിഞ്ഞു. ഒരു വേള മുറുകി വരുന്ന ആ വേദനയിൽ അവളൊന്ന് പിടിഞ്ഞു പോയി. തന്നോട് ഞാൻ 100 ആവർത്തി പറഞ്ഞു, നമുക്കിടയിൽ ഇനി ആ പേര് വലിച്ചിടരുതെന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല മാളവിക. എന്തിനാ എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നത്? തനിക്ക് പഴയതൊന്നും മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്ലീസ് ലീവ് മീ. തന്നെ ഞാൻ ഇനി തടയില്ല. അത്യധികം ദേഷ്യം നിറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റേത്. എന്നാൽ മാളവികയിൽ അത് വരുത്തിയ ഞെട്ടിൽ അത്ര ചെറുതൊന്നായിരുന്നില്ല. അർജുൻ, ഞാനതിന് കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് പോകാം. അത് പറയുന്നതിനൊപ്പം അവളെ നോക്കാതെ എഴുന്നേറ്റ് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ ഗാർഡ്സും പിന്നാലെ പോയി. പക്ഷെ മാളു മാത്രം അതേ ഇരിപ്പായിരുന്നു. പാർക്കിങ്ങിലെത്തിയ അർജുൻ കാറിലേക്ക് കയറി വെയിറ്റ് ചെയ്തിട്ടും മാളു വരുന്നുണ്ടായിരുന്നില്ല. അർജുൻ ഗാർഡ്സിനെ ഒരാളെ പറഞ്ഞു വിട്ടുവെങ്കിലും മാളു വരാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നു. ഒടുവിൽ അവളുടെ വാശി അറിയാവുന്നത് കൊണ്ട് തന്നെ അർജുൻ കാറിൽ നിന്നിറങ്ങി വീണ്ടും മാളിലേക്ക് പോയി. അവൻ്റെ വരവും കാത്തിരുന്ന മാളു അർജുനെ കണ്ടതും ചുണ്ടിൽ വിരിഞ്ഞ കുസൃതിച്ചിരി മറച്ചു പിടിച്ച് ഗൗരവം എടുത്തണിഞ്ഞു. മാളവിക, കം ഓൺ, ലെറ്റ്സ് ഗോ. തൻ്റെ മുഖത്തേക്കൊന്നും നോക്കാതെ വേറെങ്ങോ നോക്കി പറയുന്ന അർജുനെ കണ്ട് മാളുവിൻ്റെ കണ്ണുകൾ കൂർത്തു വന്നു. മാളവിക, തന്നോടാ ഞാൻ ഈ പറയുന്നത്, എഴുന്നേറ്റ് വരാൻ. ഇല്ല അർജുൻ. അർജുൻ എന്നോട് മിണ്ടാതെ ഒരടി ഞാൻ ഇവിടുന്ന് അനങ്ങില്ല. വാശിയിൽ നിന്നും ഉരുവായ വാക്കുകൾ തന്നെയായിരുന്നത്. നിന്നോട് ഞാനല്ലാതെ എൻ്റെ ഗോസ്റ്റാണോട് ഈ മിണ്ടുന്നത്? പതുക്കെയാണെങ്കിലും പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ മാളു ആ മുഖത്തേക്ക് തന്നെ നോക്കി. ഇങ്ങനെയല്ല, എന്നോട് നല്ല റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം. മാളവിക, ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, പബ്ലിക് പ്ലേസ് ആണ്. സോ കീപ് യുവർ മാനേജ്. ഗൗരവമുറ്റുന്ന വാക്കുകൾ. ഓ, നിങ്ങൾ വലിയ സിനിമാ നടനല്ലേ? പക്ഷേ ഞാൻ വെറും ലോക്കലാണ്. സോ ഇത്രയൊക്കെ മാനേജെ കാണും. അർജുനും മടിയാണെങ്കിൽ സാരല്ല, ഞാൻ തരാം നല്ല 1-ാം തരം ഫ്രഞ്ച്. അത് പറഞ്ഞ് മാളു ചാടി എഴുന്നേൽക്കുമ്പോൾ അർജുൻ്റെ അടി പിന്നിലേക്ക് മാറി കണ്ണു മിഴിച്ച് അവളെ നോക്കി. മാളവിക, കുട്ടിക്കളി കളിക്കല്ലേ. നീ ഇപ്പം എഴുന്നേറ്റ് പോ. കാറിൽ കയറിയിട്ട് ഫ്രഞ്ചോ റഷ്യനോ എന്താന്ന് വെച്ചാൽ തരാനുള്ള അവസരം ഉണ്ടാക്കാം. ഇപ്പോൾ നീ ഇങ്ങോട്ട് പാടി. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അർജുൻ ബലമായ അവളെയും കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ കണ്ടു നിന്നവരുടെയൊക്കെ ചുണ്ടിലൊരു പുഞ്ചിരിയായിരുന്നു. തിരികെയുള്ള യാത്രയിൽ മുഖവും വീർപ്പിച്ചിരിക്കുന്ന മാളവിനെ ഡ്രൈവിങ്ങിൻ്റെ ഇടയിലും അർജുൻ ഇടയ്ക്കിടയ്ക്ക് പാടി നോക്കുന്നുണ്ടായിരുന്നു. മാളവിക. ഏറെ നേരം കഴിഞ്ഞിട്ടും അവളുടെ ഭാവത്തിൽ മാറ്റമൊന്നും കാണാതെയായതും അർജുനൊന്ന് വിളിച്ചു. എവിടെ? പെണ്ണുണ്ട് മൈൻഡ് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് കാർ സൈഡിലേക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതും മാളു മുന്നിലേക്ക് ആഞ്ഞുപോയി. അർജുൻ, എന്താ എന്നെ കൊല്ലാൻ നോക്കുവാണോ? മാളവന് നേരെ കണ്ണ് കൂർപ്പിക്കുമ്പോൾ അർജുൻ അവളൊന്ന് സൂക്ഷിച്ച് നോക്കി. എന്താ? അല്ല,
നിനക്കല്ലേ ഫ്രഞ്ചോ റഷ്യനോ തരുന്ന ആഗ്രഹം, എന്താന്ന് വെച്ചാൽ വേഗം ആയിക്കോട്ടെ. അർജുൻ സീറ്റിലൊന്ന് നിവർന്നിരുന്നു കൊണ്ട് വലിയ ഗൗരവത്തിൽ പറഞ്ഞു. അയ്യടാ നോക്കിയിരുന്നു, ഇപ്പം തരാം ഞാൻ. അതൊരു ഓഫറായിരുന്നു. ആ ഓഫർ കാറിൽ കയറുന്നത് തീർന്നു. അതുകൊണ്ടേ സിനിമ നടന്ന കാർ എടുക്ക്. ആ പരിപ്പിന് ഈ കാലത്തിൽ വേഗില്ല. ഓഹോ അങ്ങനെയാണോ? എന്താ ഒന്ന് നോക്കട്ടെ. അത് പറഞ്ഞ അർജുൻ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് അടിച്ച് മാറ്റി മാളുവിനെ പോക്കിയെടുത്ത് തൻ്റെ മടിയിലായിരുത്തി. അർജുൻ എന്തീ കാണിക്കുന്നേ? ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, പബ്ലിക് പ്ലേസ് ആണ്. സോ കീപ് യുവർ മാനേഴ്സ്. അർജുൻ മുന്നേ പറഞ്ഞ അതേ താളത്തിൽ തന്നെ മാളുവും ആ ഡയലോഗ് തിരിച്ചടിക്കുമ്പോൾ അർജുൻ അവളുടെ ഇരു കൈയും കൂട്ടിപ്പിടിച്ച് മാളുവിനെ അവന് നേരെ അടുപ്പിച്ചു. ഇതെൻ്റെ കാറാണ്, ഇതെൻ്റെ പെണ്ണും. ദിസ് ആർ ഓർ ഓൺലി മൊമെന്റ്. സോ മാളവിക, അർജുൻ എന്താ തരാനുള്ളത് വെച്ചാൽ വേഗം തന്നോ. സമയം വൈകും തോറും എൻ്റെ കൊച്ച് നന്നായി വിയർക്കുവേ. അർജുൻ പ്ലീസ്, ഞാനപ്പോൾ ഒരു തമാശക്ക്. മാളവൻ്റെ മനസ്സിനെ തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അർജുൻ്റെ മുഖഭാഗത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അവൻ പിന്മാറില്ലെന്ന്. നേരിയ പിടപ്പോടെയാണെങ്കിലും മാളും എല്ലാവരിലേക്ക് മുഖമെടുപ്പിച്ച് ആ ചുണ്ടോട് തന്നെ ചുണ്ടും മുട്ടിച്ചു. അർജുനും മാളവും മടങ്ങി വരുമ്പോൾ സന്ധ്യയോട് അടുത്തിരുന്നു. അർജുൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ മാളു താഴെ രാഗിയുടെ അടുത്തേക്കിരുന്നു. കൂടെ രാഗിയെ നോക്കാൻ നിർത്തിയിരുന്ന ഹോം നേഴ്സും ഉണ്ട്. പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഇരുവരും. ഏറെ നേരത്തിനൊടുവിൽ മാളു മുകളിലേക്ക് വരുമ്പോൾ അർജുൻ കുളി കഴിഞ്ഞിറങ്ങിയതുള്ളൂ. ഡോറ് തുറന്നുള്ളിലേക്ക് കയറിയവൾ ഒരു ടവൽ മാത്രം കൊടുത്തു നിൽക്കുന്നവനെ കണ്ട് വായും പൊളിച്ചു നിന്നു. ഒരു ടവൽ ഇടുപ്പിൽ ചുറ്റിയിട്ടുണ്ടെങ്കിലും മറ്റൊന്നു കൊണ്ട് തന തുറക്കുന്നുണ്ട്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവനിലൂടെ ഒന്ന് തെന്നി നീങ്ങി. നല്ല ഉറച്ച ശരീരമാണ് അവൻ്റേത്. അതുപോലെ നല്ല ചുവപ്പ് കലർന്ന വെളുത്ത നിറവും കട്ടിങ് മസിൽസും. അപ്പോഴത്തെ അവൻ്റെ ആ നിൽപ്പൊക്കെ കണ്ട് അറിയാതെ ഉമിനിറക്കിപ്പോയി അവൾ. എക്സ്ക്യൂസ് മീ മാഡം. മുഖത്തിന് നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ടുള്ള ആ ശബ്ദം കേൾക്കെ മാളു ഞെട്ടലോടെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദിസ് ഈസ് നോട്ട് എ ഫ്രീ ഷോ മാഡം. ഗൗരവത്തോടൊരു പുരുക്കമുയർത്തിക്കൊണ്ട് അവനത് പറയുമ്പോൾ മാളുവിന് എന്തെന്നില്ലാത്ത ചടപ്പ് തോന്നി. അവൾ ആ മുഖം അവനിൽ നിന്ന് മറക്കാനെന്നോണം വേഗത്തിലൊന്ന് തിരിഞ്ഞു. എന്നാൽ പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവനിലേക്ക് തിരിഞ്ഞു. എക്സ്ക്യൂസ് മീ സെലിബ്രിറ്റി സർ, ഞാൻ നിങ്ങളുടെ വൈഫാണ്. യു ആർ മൈ പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ യു ആർ മൈൻ. പിന്നെ ഞാൻ കാണാത്ത ഒന്നും ഇപ്പം നിങ്ങളിലില്ല. എല്ലാം നല്ല ക്ലാരിറ്റി കണ്ടതാ ഞാൻ. അല്ലെങ്കിൽ തന്നെ ഇത്ര കാര്യമായി കാണാൻ പറ്റില്ല. എന്ത് തേങ്ങ അതിലുള്ളത്? പെൺപിള്ളാരെ കാണിക്കാൻ കൊണ്ടു നടക്കുന്ന ഈ ഉരുട്ടിക്കയറ്റി ഈ ഉണക്ക മസിലോ? ഇതിലൊന്നും ഈ മാളവിക വീഴില്ല മിസ്റ്റർ. ഇത് മാളവികയാണ്, ഓൺലി വൺ പീസ്. അത്യധികം സ്റ്റൈലിഷിൽ അത്രയും പറഞ്ഞൊരു പുച്ഛം അവനായി കൊടുത്തുകൊണ്ട് അവൾ തിരിയവേ വായുവിലായി ഉയർന്നു പൊങ്ങിയതും ഒന്നിച്ചായിരുന്നു. ഞെട്ടിലോടെ കുതറി മാറും മുന്നേ അർജുൻ അവളെ എടുത്ത് ടേബിളിന് മുകളിലായി എടുത്തിരുന്നു. മാളു പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നതിനൊപ്പം ഇരു കയ്യാലും വീണു പോകാതിരിക്കാൻ അവൻ്റെ ഇരു തോളിലും കയ്യമർത്തിയിരുന്നു. നൈസ് ഡയലോഗ് മാളവിക, ബട്ട് ആരോടാണ് പറയുന്നതെന്ന് താൻ ഓർത്തില്ല. ദി യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠ, പെൺകുട്ടികളുടെയൊക്കെ ആരാധന പുരുഷൻ, പെൺഹൃദയങ്ങളുടെ ഹരാണേ ഞാൻ. ഹറിയോടി നിനക്ക്. ജസ്റ്റ് എൻ്റെ ഒരു നോട്ടത്തിനായി കാത്തു നിൽക്കുന്നവരാ അവരൊക്കെ. ആ എന്നെയാ നിനക്ക് പുച്ഛം. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റി തരണ്ടേ മിസ്റ്റർ മാളവിക അർജുൻ. ചൂണ്ടുവിരലിനാൽ അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലേക്ക് വിരലുരസിക്കൊണ്ട് അവൻ മൊഴിയുമ്പോൾ മാളവിൻ്റെ ശരീരം മെല്ലെ പുറക്കാൻ തുടങ്ങിയിരുന്നു. ശബ്ദം പുറത്തേക്ക് വരാത്ത വിധം അടഞ്ഞുപോയി. എന്താണ് മാളവിക ആ ഒരു സൈലന്റ്? പ്ലീസ് ടെൽ മീ യുവർ എനർജിക് ഡയലോഗ്സ്. മുഖത്തൂടെ ഇഴയുന്ന വിരൽ കൊണ്ട് ആ ചുണ്ടിലൊന്ന് തലോടുമ്പോൾ മാളു വേണ്ട നൃത്തത്തിൽ തല ചലിപ്പിച്ചു. യു നോ മാളവിക, താൻ എന്താ പറഞ്ഞത്? പെൺപിള്ളാരെ കാണിക്കാൻ കൊണ്ടു നടക്കുന്ന ഒരു ടിക്കറ്റ് മസിലാണിതെന്നോ? ഇതിലൊന്നും താൻ വീടില്ലെന്നോ? എന്നാ വേദി കാണിക്കട്ടെ ഞാൻ. അവളിലേക്ക് മുഖമടുപ്പിച്ച് കാതിലവൻ അടക്കം പറയുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ പുറത്തേക്കും ഇഴഞ്ഞു വന്നു. ഒരു ഞെട്ടിലോടെ മാളു വേഗം അർജുന പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ടേബിളിൽ നിന്ന് ചാടിയിറങ്ങി. പിന്നൊരു നിമിഷം പോലും കളയാതെ അവൾ തിരിഞ്ഞോടാൻ നിന്നതും അർജുൻ അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ എടുപ്പിൽ തൂക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. ഇത് അർജുൻ്റെ ഫോട്ടോയാണ് മാളവിക. ഞാൻ വിചാരിക്കാതെ താനിനി പുറത്തേക്ക് പോകില്ല. അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് അവനത് പറയുമ്പോൾ മാളു ദയനീയമായി നോക്കിക്കൊണ്ട് പുറകിലേക്ക് തെന്നി നീങ്ങി. അപ്പം എങ്ങനെ തുടങ്ങിയാലോ വൈഫി? അവളെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് അത് പറയുന്നതിനൊപ്പം അരിയിലെ ടവലിലേക്ക് അവൻ്റെ കൈ കൊണ്ട് വരുമ്പോൾ മാളു തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് മുഖം സൈഡിലേക്ക് തിരിച്ചു. ഈവനിങ്ങിന് ആരവിൻ്റെ നിർബന്ധപ്രകാരം അവനോടൊപ്പം പുറത്തേക്ക് പോയി വന്നതാണ് ദക്ഷയും കുഞ്ഞും. രാഗി പറഞ്ഞതിനെ തുടർന്ന് 2 ദിവസം ആരവ് അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. നാളെ രാവിലെ തന്നെ മടങ്ങി പോവുകയും ചെയ്തു. പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ താഴധികം നേരം ഇരിക്കാതെ രണ്ടാളും മുകളിലേക്ക് കയറി. തോളിൽ കിടന്നുറങ്ങിയ കുഞ്ഞിനെ ദക്ഷം മെല്ലെ ബെഡിലേക്ക് കിടത്തുമ്പോൾ ആരവ് അവരെ നോക്കിക്കൊണ്ട് ടവലും എടുത്ത് ഫ്രഷാകാൻ കയറി.
ദക്ഷ തോളിൽ പിൻ ചെയ്ത് വെച്ചിരുന്ന ഷോൾ അടിച്ചു മാറ്റി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് കുഞ്ഞിനുണർത്താതെ ഡ്രസ്സ് മാറ്റി വേറെ ഇട്ടുകൊടുത്തുകൊണ്ട് ബേബി ബെഡിൽ നന്നായി പുതപ്പിച്ച് കിടത്തി. അപ്പോഴേക്കും ആരവ് ഫ്രഷായി ഇറങ്ങിയിരുന്നു. അത് മനസ്സിലാക്കി ഉറങ്ങിക്കിടന്ന മോളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. നിമിഷങ്ങൾക്കൊടുവിൽ അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരവ് കിടന്നിരുന്നില്ല. അവൾ പ്രതീക്ഷിച്ചെന്ന പോലെ ബെഡിലിരിക്കുകയാണ്. അത് മനസ്സിലായെങ്കിലും ദക്ഷ അവനിൽ ശ്രദ്ധ കൊടുക്കാതെ ബെഡിലൊരു സൈഡിലായി വന്ന് കിടക്കാനൊരുങ്ങവേ ദക്ഷ, ആരവിൻ്റെ ശബ്ദം അവളെ തേടിയെത്തി. എന്താ? ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെ അവൾ ചോദിച്ചു. എനിക്ക് തന്നോട് സംസാരിക്കണം ദക്ഷ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. എനിക്കെൻ്റെ ആ പഴയ ദച്ചുവിനെ വേണം, ഈ ആരവൻ്റെ മാത്രം ദച്ചുവിനെ. അവൻ വാശിയോടെ പറയുമ്പോൾ ദക്ഷ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ആ പഴയ ദച്ചു മരിച്ചു ആരവേട്ട. നിങ്ങൾ കൊന്നു അവളെ. ആ അവളെയാണോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? സോ എങ്കിൽ നിരാശയാകും ഫലം. അവളുടെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് പുച്ഛമായിരുന്നു. ദച്ചു പ്ലീസ്, എൻ്റെ തെറ്റാണെല്ലാം. അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷെ ഇനിയും എന്നെ ഇങ്ങനെ ശിക്ഷിക്കണല്ലോ. നിന്നോടൊപ്പം നമ്മുടെ മോളോടൊപ്പം സന്തോഷത്തോടെ കഴിയാനുള്ള നല്ല നിമിഷങ്ങളാണ് എനിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ എത്ര ആയുസ് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഉറക്കം കഴിഞ്ഞ് ഉണരാൻ ഞാൻ ഉണ്ടായില്ല. ബാക്കി പറഞ്ഞ് തീരും മുന്നേ ദക്ഷ എന്നിട്ട് അതിവേഗത്തിൽ അവൻ അരികിലേക്കായി പാഞ്ഞു വന്ന് അവൻ്റെ കവിളിലായി ആഞ്ഞടിക്കുമ്പോൾ ആരവൻ്റെ മുഖം മറുസൈഡിലേക്ക് ചെരിഞ്ഞു പോയി. ദുഷ്ട, ഇത്രയൊക്കെയായിട്ടും വീണ്ടും എന്നെ തോൽപ്പിക്കാൻ നോക്കുവാണ് നിങ്ങൾ, ആണോ? അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ അലറുമ്പോൾ ആരവ അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. വിട്, എന്നെ വിടാൻ! അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി. ഇനി വിടില്ല ഞാൻ എൻ്റെ പെണ്ണിനെ, എനിക്ക് വേണം നിന്നെ. അത് പറയുന്നതിനൊപ്പം ആരവ അവളെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ആ നെഞ്ചിലെ ചൂടിലേക്ക് അണയുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു. പിറ്റേന്നത്തെ പ്രഭാതം ആരവനും ദക്ഷയ്ക്കും പരസ്പരം പറഞ്ഞു തീർക്കാനുള്ള നിമിഷങ്ങളായിരുന്നു. ആരവ് സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ ദക്ഷ അവൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു. ഒടുവിൽ ഇരു മനസ്സുകളും പെയ്തൊഴിഞ്ഞ വാനം പോലെ തിളങ്ങുമ്പോൾ ദക്ഷ ആരവനെ നെഞ്ചോരം ചാഞ്ഞിരുന്നു. ആരവേട്ട! അവളുടെ ആ വിളിയിൽ അവനൊന്ന് മൂളി. അതോടൊപ്പം വലം കൈയാൽ അവളുടെ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏട്ടനോട് ദേഷ്യമൊന്നും തോന്നരുത്. നമുക്കിനി ആ വീട്ടിൽ തുടരണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് വർഷേച്ചെ നല്ല പേടിയുണ്ട് എന്ന് കരുതി എന്നോടൊപ്പം ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല. മറ്റൊരു വീടെടുത്ത് നമുക്ക് അവിടേക്ക് മാറാം. ഒരുപാട് സൗകര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് രണ്ടാൾക്കും മോളോടൊപ്പം കഴിയാൻ ഒരു കൊച്ചു വീട്. എന്താ, സമ്മതിക്കില്ലേ ഏട്ടൻ? അവനിൽ നിന്നും അകന്നു മാറി പ്രതീക്ഷയോടെ അവൾ ചോദിക്കുമ്പോൾ ആരവും മെല്ലെ അവളെ വിട്ടുമാറി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ദക്ഷയുടെ മുഖം മാറി. എന്നാൽ ആരവ് അവളിൽ ശ്രദ്ധ കൊടുക്കാതെ സ്റ്റാൻഡിലിരുന്ന തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോന്നെടുത്ത് അവൾക്കരികിലേക്ക് വന്നു. ശേഷം അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. നിന്റെ പേരിൽ ഞാൻ വാങ്ങിയ ന്യൂ പ്രോപ്പർട്ടിയാണ്. വീട് പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ സൗകര്യം പോലെ പോയാൽ മതി. ദക്ഷ തൻ്റെ കയ്യിലിരിക്കുന്ന കീയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കുമ്പോഴാണ് ആരവിൻ്റെ മറുപടി വന്നത്. ഒരു വേള അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു. ഞെട്ടണ്ട, സത്യാണ്. നിന്നിനെ അവിടെ നിർത്താൻ എനിക്കും താല്പര്യമില്ല ദച്ചു. സോ ഓൾറെഡി ഇങ്ങനെയൊന്ന് മുന്നിൽ കണ്ടിരുന്നു. പക്ഷെ അവിടേക്ക് മാറുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ. അതുവരെ താനിവിടെ നിൽക്കണം. അത് പറയുമ്പോൾ അവൻ്റെ മുഖം തീർത്തും ഗൗരവമായിരുന്നു. എന്താ രവേട്ട? അവളുടെ ആ ചോദ്യത്തിന് അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നത് മാധവിൻ്റെ വാക്കുകളായിരുന്നു. എൻ്റെ അനിയത്തിയെ ബാക്കിയുള്ളവർ ഒരു പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് കാണുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത്? ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടൻ വർഷേച്ചി എന്ത് ചെയ്യാൻ പോവാ? ദക്ഷയിൽ എന്തെന്നില്ലാത്ത ഭയമായിരുന്നു. അത് മനസ്സിലാക്കി ആരവ് അവളുടെ മുഖം തന്നെ കൈക്കുള്ളിലാക്കി. താൻ ഒന്നോർത്ത് ടെൻഷനാവണ്ടോ. പകരം ഞാനും നമ്മുടെ മോളോർത്തുള്ള നല്ല നിമിഷങ്ങൾക്കായി കാത്തിരിക്കുക. അവളുടെ നെറുകയിലൊന്ന് ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ ദക്ഷ ആ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. മാളവിക! കിച്ചണിൽ പണിക്ക് നിൽക്കുന്ന സ്ത്രീയോടൊപ്പം വെറുതെ ഓരോന്നൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്നുള്ള അർജുൻ്റെ വിളി മാളു കേൾക്കുന്നത്. ചേച്ചി, ഞാനിപ്പോൾ വരാവേ. അത് പറഞ്ഞവൾ വേഗം പുറത്തേക്ക് വന്ന് സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. എന്താ അർജുൻ, വിളിച്ചോ? മാളു റൂമിലേക്ക് വരുമ്പോൾ അർജുൻ എവിടേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. അവൻ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. മാളവിക, ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ഇവരുടെ വരെ പോവുക. വരാൻ ലേറ്റാകും. സോ താൻ എന്നെ വെയിറ്റ് ചെയ്യണ്ട. ഫുഡൊക്കെ കഴിച്ച് കിടന്നോ? അത് കേൾക്കാൻ മാളുവിൻ്റെ മുഖം വല്ലായ്മയോടെ മുങ്ങി. അർജുൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? എന്നിട്ടിപ്പോൾ? ആ ശബ്ദത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവളിലെ മാറ്റം. അത് മനസ്സിലായതുപോലെ അർജുൻ അവൾക്ക് അരികിലേക്ക് വന്നു. മാളവിക,
തനിക്കറിയാലോ ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങിയത് മുതൽ ഫ്ലോപ്പാണെന്ന്. എനിക്ക് വേണ്ടി ആ ഫുൾ ടീമും പ്രോജക്റ്റ് നീക്കി കൊണ്ടുപോയത്. ഇനിയും ഞാനിങ്ങനെ അവളോട് ബിഹേവ് ചെയ്യുന്നത് ശരിയല്ലടൂ. ഇത് മാത്രമല്ല, ഇനിയും 2 ഫിലിമാണ് ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. സോ വീണ്ടും ആക്റ്റീവ് ആകാതെ നിർവഹമില്ല. അവളുടെ ഇരു കൈയും തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ മാള് നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലാക്കും അർജുൻ, എന്നെപ്പോലെ ഒരു നോർമൽ ലൈഫല്ല അർജുൻ്റേത്. ഒരുപാട് പ്രഷറും ട്രാവലിങ്ങും ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിങ്ങും ഒക്കെ കാണും. ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറേണ്ടത് ഞാനല്ലേ? അതുകൊണ്ട് എൻ്റെ കൊടുവള്ളി, എൻ്റെ കാര്യത്തിൽ ടെൻഷനാവണ്ട. അർജുനെ ബിസി ലൈഫുമായി പൊരുത്തപ്പെടാനേ ഞാൻ തയ്യാറാണ്. അവളുടെ ആ വാക്കുകൾക്ക് അർജുൻ മറുപടി പറഞ്ഞത് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ടാണ്. എനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ സമ്മാനമാണ് മാളവിക താൻ. അത്യധികം പ്രണയത്തോടെയുള്ള അവൻ്റെ വാക്കുകളിൽ മാള് കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവളെ വിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. മാള് കണ്ണു ചിമ്മാതെ അവനെ നോക്കി നിന്നു. ലൈറ്റ് ബ്ലൂ ഷർട്ടാണ് അവൻ ഇട്ടിരിക്കുന്നത്. മുടി നല്ല ജെല്ല് തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉടലോട് ചേർന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഗന്ധം തന്നെ പൊതിയുന്നതായി അവൾക്ക് തോന്നി. അവൻ്റെ ലൈറ്റ് ബ്രൗൺ കണ്ണുകൾ സംസാരത്തിനിടയിൽ ചുരുങ്ങുകയും വിടരുകയും ചെയ്യുന്നത് അവളൊരു പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. വീണ്ടും കണ്ണുകൾ താഴേക്ക് സഞ്ചരിക്കുമ്പോൾ നല്ല ചുവന്ന ചുണ്ടുകൾ ചിരിക്കൊത്ത് അവയും വിടരുന്നുണ്ട്. മാള് എന്തോ ഒരു തോന്നലിൽ തൻ്റെ വിരലുകളാൽ അവയെ മെല്ലെ തലോടുമ്പോൾ അർജുൻ്റെ ശ്രദ്ധ നിമിഷം കൊണ്ട് അവളിലേക്കായി.